Okay. JRCM, ഗുഡ് മോർണിംഗ്, റദർ ഹാപ്പി മോർണിംഗ്. ഇന്ന് രാവിലെ നല്ലൊരു സുപ്രഭാതം അല്ലേ? നമുക്കറിയാം, നമ്മളിപ്പോ ഈ പ്രോഗ്രാം രാവിലെ കേട്ടു തുടങ്ങി. അതില് എനിക്ക് പറയാനുള്ളത്, ഒരു മോട്ടിവേഷൻ എനിക്ക് ഇന്ന് ലഭിച്ചത്, എൻ്റെ ഗുരുക്കന്മാരെല്ലാവരും ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഓരോ അഭിപ്രായങ്ങളും ഓരോ എന്താ പറയാ സജഷൻസും പറഞ്ഞു. ഇതെല്ലാം എനിക്ക് ഒരു വലിയ മോട്ടിവേഷനായി. ഞാനൊരു കോൺഫിഡൻ്റ് ആയി. ഒന്നുകൂടി ഞാൻ ഇവിടെ വന്നിരുന്നപ്പോഴുള്ള കോൺഫിഡൻസ് അല്ല ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഉള്ളത് എന്നുകൂടി ഞാൻ പറയുകയാണ്. കാരണം ദാറ്റ് വൈബ്, എനിക്ക് ആ റിസീവ് ചെയ്ത വൈബ് വളരെ എന്താ പറയാ നല്ല രീതിയിൽ എനിക്ക് ഇത് പ്രസന്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സാർ എന്നെ പരിചയപ്പെടുത്തി, വളരെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തി. എന്നാലും ഞാൻ എൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് കടക്കാം. ഞാൻ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ അച്ഛന് 5 മക്കളായിരുന്നു. അതിലെ ഏറ്റവും ഇളയ ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് നമുക്ക് ഒരുപാട് അസറ്റ്സ് ഉണ്ട്, എങ്കിലും ലിക്വിഡിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നില്ല. അസറ്റ്സ് ഉണ്ടെങ്കിലും ലിക്വിഡിറ്റി ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും അറിയാം, കയ്യിൽ പൈസ ഇല്ല, പേഴ്സിൽ പൈസ ഇല്ല. ഞാൻ വലിയൊരു സ്വത്തിന്റെ ഉടമയാണ്, എനിക്ക് കോടികളുടെ സ്വത്തുണ്ട്. കാര്യമില്ല, നമുക്ക് കാശ് കൊടുത്താൽ മാത്രമേ എന്തും വാങ്ങാനോ അല്ലെങ്കിൽ അനുഭവിക്കാനോ സാധിക്കുകയുള്ളൂ. ആ ഒരു അവസ്ഥ ഞാനും ചെറുപ്പകാലത്ത് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ സ്കൂൾ ജീവിതത്തില് വളരെ, എൻ്റെ ഫാദർ വാസ് ഡൂയിങ് പ്രൊവിഷണൽ ബിസിനസ്, ഹോൾസെയിൽ പ്രൊവിഷണൽ ബിസിനസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. എങ്കിലും അന്ന് ഒരു പ്രൊവിഷണൽ ബിസിനസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്ക് വരുമാനം അതിനനുസരിച്ച് ഉണ്ടായിരുന്നില്ല. കാരണം പല കാരണങ്ങളാണ്. അന്ന് പ്രിൻസിപ്പിൾ ഉള്ള ആൾക്കാരായിരുന്നു നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ഒരു പ്രോഫിറ്റ് കൂടുതൽ എടുക്കുക, ഇല്ലെങ്കിൽ ഒരാളെ ചതിക്കുക എന്നുള്ളൊരു മനസ്ഥിതി ഒന്നും പണ്ട് ഉണ്ടായിരുന്നില്ല. ഈ കച്ചവടം എന്ന് പറയുന്നത് കപടം എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ചെറുപ്പകാലത്ത്. കപടം, ആ കപട മനസ്സ് ഉണ്ടാവാത്ത ഒരു കാലമായിരുന്നു ആ കാലങ്ങൾ. ഇന്ന് വളരെ വ്യത്യാസമാണ്. ട്രഡീഷണൽ മാർക്കറ്റില് എങ്ങനെ, ഹൗ ക്യാൻ യു ലൂട്ട് എ കസ്റ്റമർ എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ ഹൗ ക്യാൻ യു മേക്ക് എ മണി, നിങ്ങൾക്ക് എങ്ങനെ എത്ര പൈസ കൂടുതൽ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് ട്രഡീഷണൽ മാർക്കറ്റിലുള്ളത്. ആ ഒരു അവസ്ഥയിലൊക്കെ പണ്ടത്തെ കാലത്ത് ജീവിച്ചപ്പോൾ, അന്ന് ദാരിദ്ര്യം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പൈസ ഇല്ലാത്ത ഒരു അവസ്ഥ എനിക്കും ഉണ്ടായിരുന്നു. അതേപോലെ പഠിത്തത്തിൽ ഞാൻ അത്ര വലിയ കേമനൊന്നും ആയിരുന്നില്ല. ഞാൻ സാധാരണ സ്കൂളുകളിൽ പഠിച്ചു വന്ന ഒരാളാണ്, എയ്ഡഡ് സ്കൂളുകളിൽ പഠിച്ചു വന്ന ആളാണ്. ഞാൻ SSLC വരെ തപ്പിത്തടഞ്ഞാണ് പാസ്സായി വന്നത്. SSLC എല്ലാം എനിക്ക് ജസ്റ്റ് മാർക്കായിരുന്നു ഞാൻ പാസ്സായത്. പ്രിൻസിപ്പൾ ആയിട്ടുണ്ടായിരുന്ന ഒരു അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ പാസ്സായോടാ, നീ എങ്ങനെ പാസ്സായി എന്നാണ് എന്നോട് ചോദിച്ചത്, അത്ഭുതം തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ അത്ഭുതം തോന്നിക്കുന്ന വിധത്തിൽ പാസ്സായി വന്ന ഒരാളാണ്, മാർക്ക് കൊണ്ടല്ല, മാർക്കില്ലാതെ. അപ്പോൾ അങ്ങനെ വന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ കോളേജ് ജീവിതം വളരെ എന്താ പറയാ രസകരവും എനിക്ക് സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം ആ ഒരു യൗവനകാലം എനിക്ക് എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റി. പക്ഷെ ഞാൻ പഠിത്തത്തിലും അവിടെ മോശക്കാരനായിരുന്നില്ല. എനിക്ക് കിട്ടിയ സബ്ജക്റ്റ്, ഞാൻ ഇഷ്ടപ്പെട്ട് എടുത്ത സബ്ജക്റ്റ് അക്കൗണ്ട്സ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ BCom ആണ് ഞാൻ എടുത്തത്. അപ്പോൾ ആ BCom എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു സബ്ജക്റ്റ്. ഞാൻ പ്രീ ഡിഗ്രി ആയിരുന്നു അന്നത്തെ സമയത്തുണ്ടായിരുന്നു. ആ പ്രീ ഡിഗ്രി നല്ല മാർക്കോട് കൂടി ഞാൻ പാസ്സായി. BComൽ വന്നു കഴിഞ്ഞപ്പോൾ അക്കൗണ്ടൻസി എന്നുള്ള ഒരു സബ്ജക്റ്റിൽ ഞാൻ 2nd റാങ്ക് ഹോൾഡർ ആയിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്കത് ചെയ്യാൻ പറ്റി. അങ്ങനെ വന്നിട്ടാണ് ഞാൻ പിന്നെ MComന് ചേരുകയും, MComന് ചേരുന്ന സമയത്ത് തന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് കീഴിൽ പ്രാക്ടീസ് ചെയ്യാൻ പോവുകയും, ഈ പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഞാൻ ഇന്റർ എന്ന പരീക്ഷ പാസ്സാവുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം മുന്നോട്ട് പോകുന്ന സമയത്താണ് എനിക്ക് ഒരു ജോലി വേണമെന്നുള്ളൊരു ആവശ്യം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, പൈസ ബുദ്ധിമുട്ട്. അപ്പൊ ജോലി വേണം എന്നുള്ളൊരു ആവശ്യം വന്നു. ഞാൻ ഐലൻഡില് PS ലെസ്ലി എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ആദ്യം ജോയിൻ ചെയ്തു. എന്തുകൊണ്ടോ എനിക്ക് അവിടുത്തെ ഒരു അവസ്ഥ ഇഷ്ടപ്പെടാതെ വരികയും ഞാൻ 1 മാസം കൊണ്ട് ആ ജോലി, 1 മാസത്തെ ശമ്പളം ഏറ്റിട്ട് ആ ജോലി നിർത്തുകയും, രണ്ടാമത് ഞാൻ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിൽ മാർക്കറ്റിംഗിലെ ജോലി ഉണ്ടെന്നുള്ളത് അറിവ് കിട്ടുകയും,
എന്തായാലും അക്കൗണ്ടൻസി ആണ് ബാക്ക്ഗ്രൗണ്ട് എന്നെങ്കിലും മാർക്കറ്റിംഗ് ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് കടക്കുകയും ഏകദേശം 39 കൊല്ലത്തെ സർവീസ് എനിക്ക് ഈ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ ഉണ്ടായിരുന്നു. ഞാൻ 37 കൊല്ലത്തെ സർവീസ് കംപ്ലീറ്റ് ചെയ്തു. വീണ്ടും എൻ്റെ സർവീസ് ഒരു 6 കൊല്ലം കൂടി നീട്ടി തന്ന സമയത്ത് 1 കൊല്ലം കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ശരിക്കും നിർത്തിപ്പോരുകയുണ്ടായത്. കാരണം നിർത്തിപ്പോരാനുള്ള കാരണം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാനൊരു ആക്റ്റീവ് ഒരു ഓർഗനൈസേഷനിലെ ഒരു മെമ്പർ ആയിരുന്നു. ആ ആക്റ്റീവ് ഓർഗനൈസേഷനിൽ എനിക്ക് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴില്, അതായത് ഇൻഷുറൻസ് മേഖലയിലെ മാർക്കറ്റിംഗ്, അത് കുറച്ച് ഡെവലപ്പ് ചെയ്യണമെന്നും കൂടി എനിക്കുണ്ടായിരുന്നു. ഇത് രണ്ടും ഉദ്ദേശത്തോട് കൂടിയിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ഇറങ്ങി വരികയും IMF എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം, അതായത് ഇൻഷുറൻസ് മോണിറ്ററി ഫിനാൻസ് കമ്പനി എന്നുള്ള ഒരു സംഭവമുണ്ട്. അത് കിട്ടുന്നത് ആ ഇൻഷുറൻസ് കമ്പനിയിലെ ആൾക്കാർക്ക് മാത്രമാണ്. അത് രജിസ്റ്റർ ചെയ്ത് മേടിക്കുകയും, അതായത് ഒരു ഇൻഷുറൻസ് ബ്രോക്കർക്ക് തുല്യമായിട്ടുള്ള ഒരു കമ്പനിയാണത്. ബ്രോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർക്ക്, ഇൻഷുറൻസ് കമ്പനിയിൽ പെടാത്ത ആൾക്കാർക്ക് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. അതിന് ഒരുപാട് പൈസ കെട്ടിവെക്കുകയും അതിന്റെ ബ്രോക്കർഷിപ്പ് എടുക്കാൻ പ്രിൻസിപ്പൽ ഓഫീസറോ സെക്കൻഡ് പ്രിൻസിപ്പൽ ഓഫീസറോ ഒക്കെ ആവേണ്ട അവസ്ഥയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കമ്പനിയിലെ IMF എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അതൊന്നും ആവശ്യം വന്നില്ല. നേരിട്ട് ഒരു കമ്പനി തുടങ്ങാൻ സാധിക്കുകയും ആ കമ്പനി ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. അതിൽ എൻ്റെ മകനാണ് ഇപ്പോൾ അത് എന്നെ സഹായിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ആണ് എൻ്റെ ഒരു ഹിസ്റ്ററി. ഞാൻ എങ്ങനെ RCMലേക്ക് വന്നു എന്നുള്ളത്, ഞാൻ ഏകദേശം 2016 മുതൽ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു തന്നെയാണ് എന്നെ ഇത് പരിചയപ്പെടുത്തിയത്. പ്രൊഡക്ട്സ് എനിക്ക് തന്നുകൊണ്ടിരുന്നു. ഞാൻ MRPക്കാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. പ്രൊഡക്ട്സ് വളരെ നന്നായിരുന്നു. ഞാൻ അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2020 കാലഘട്ടത്തിൽ എനിക്ക് എൻ്റെ കണ്ണിനൊരു ചെറിയ വിഷയം വരികയും എൻ്റെ ഐസൈറ്റ് കുറേശ്ശെ നഷ്ടപ്പെടാൻ തുടങ്ങുകയും ചെയ്ത സമയത്ത് ഞാൻ പല ഹോസ്പിറ്റലുകളിലും പോയിട്ട് ട്രീറ്റ്മെന്റ് നടത്തിയിട്ടും എനിക്കൊരു ഗുണകരമായ അവസ്ഥ വരാത്ത സമയത്ത് ന്യൂട്രിചാർജ് വ്യൂ എന്ന ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുകയും ഈ ന്യൂട്രിചാർജ് വ്യൂ കഴിച്ചതിന് ശേഷം എനിക്ക് എൻ്റെ കണ്ണിന്റെ ശക്തി ഒരുപാട് മെച്ചപ്പെടുകയും ചെയ്തു. ഇപ്പോഴും ഞാൻ 100% ആണെന്ന് ഞാൻ വാദിക്കുന്നില്ല, എനിക്ക് പറയാനും പറ്റത്തില്ല. എന്നാലും എൻ്റെ കണ്ണിന്റെ ശക്തി എനിക്ക് വായിക്കാൻ പാകത്തിനും കാണാൻ പാകത്തിനും ആയിട്ടുള്ള ഒരു ശക്തി എനിക്ക് ലഭിക്കുകയുണ്ടായി. ഇത് ന്യൂട്രിചാർജ് വ്യൂ മൂലമാണ് എനിക്ക് കിട്ടിയത്. ഈ ന്യൂട്രിചാർജ് വ്യൂ കഴിച്ചിട്ട് ഞാൻ അങ്ങനെ ഇത് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇതിനൊരു ബിസിനസ് സാധ്യതയുണ്ടെന്ന് എൻ്റെ കസിൻ തന്നെ പറയുകയും അങ്ങനെ എൻ്റെ അപ്ലൈൻ ആയിട്ടുള്ള ലീഡേഴ്സ് എന്നെ വന്ന് അത് മനസ്സിലാക്കി തരികയും ചെയ്തതിന്റെ ഫലമായിട്ട് ഞാൻ ഒരു ഡിസ്പ്ലേ വാൾ തുടങ്ങി, ഹോം ഷോപ്പ്. ഈ ഹോം ഷോപ്പിൽ നിന്നാണ് പിന്നെ ഒരു ഷോപ്പിലേക്ക്, ചെറിയൊരു ഷോപ്പിലേക്ക് മാറുകയും ആ ചെറിയ ഷോപ്പിൽ മാറിയതിനു ശേഷം ഞാൻ വീണ്ടും ഒരു വണ്ടർ വേൾഡിലേക്ക് മാറുകയും ചെയ്തു. ഇത്രയും കാലഘട്ടത്തിൽ എനിക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ സത്യമാണ്. അത് നിങ്ങളുടെ മുന്നിൽ ഇന്നിപ്പോ എനിക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റ്, എനിക്ക് തോന്നുന്നു ഈ സബ്ജക്റ്റ് എനിക്ക് തരാൻ തന്നെ കാരണം ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന മാതൃക ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് തന്ന സബ്ജക്റ്റ് ഞാൻ പറയാം, ഹൗ ടു അട്രാക്ട് കസ്റ്റമർ എന്നുള്ളതാണ് എനിക്ക് തന്നിരിക്കുന്ന ഒരു സബ്ജക്റ്റ്. ഞാൻ സമയം കൂടുതൽ എടുക്കില്ല, ഞാൻ 1 മണിക്കൂർ എടുക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സമയത്തിന്റെ പരിമിതി മൂലം 9 മണിക്ക് നമുക്ക് ഇത് അവസാനിപ്പിക്കണമല്ലോ. ഞാനൊരു 40 മിനിറ്റ് ആയിട്ട് അത് ചുരുക്കുകയാണ്. അപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റ് ഞാൻ പറഞ്ഞു, കസ്റ്റമർ. നമ്മൾ കസ്റ്റമറെ എങ്ങനെ ആകർഷിക്കാം എന്നുള്ളതിന് കാണുന്നതിന് മുമ്പ് എന്താണ് കസ്റ്റമർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, ഇല്ലേ? ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇപ്പോ ഗിരീഷ് സാറിന്റെ ഭാഷയില് സാറ് ഡയറക്ട് സെല്ലിങ്ങില് കസ്റ്റമർ എന്ന് പറയുമ്പോൾ സാറ് പറയും കഷ്ട് കർക്കർ മർനെ വാല എന്ന് പറയും. അതായത് കഷ്ടപ്പെട്ട് മരിക്കുന്നവൻ എന്നാണ് സാറ് പറയുന്നത്. അതായത് അത് ട്രഡീഷണൽ മാർക്കറ്റിലെയാണ് സാറ് ഉപമിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞു കസ്റ്റമറിന്റെ ഒരു ഡെഫിനിഷൻ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയാവുന്ന ഒരു വാക്കാണ് ഉപഭോക്താവ്, അതായത് വാങ്ങുന്ന ആള് എന്നുള്ളത്. നമ്മൾ സാധാരണ ഒരു കട നടത്തുമ്പോൾ ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി, അയാൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുകയോ അയാൾക്ക് വിൽക്കാൻ പാകത്തിന് സാധനങ്ങൾ വാങ്ങുകയോ ചെയ്യുന്ന ഒരാളാണ്. ഒരു കടയിൽ നിന്നും ഒരു വെണ്ടറിൽ നിന്നും വാങ്ങുന്ന ഒരാളാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ അർജുൻ സാറ് ഈ കസ്റ്റമറുടെ അട്രാക്ഷനെ പറ്റി പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു PPTയുടെ ആവശ്യം ചോദിച്ചപ്പോൾ തന്നെ സാറ് പറഞ്ഞു PPTയുടെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PPT വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ആരും
എഴുതിയെടുക്കാൻ തുനിയുന്നില്ല. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെക്കുകയാണ്. ആ സ്ക്രീൻഷോട്ട് പിന്നെ കാണാതെ പോവുകയും ചെയ്യുന്നു. സത്യമാണ് കേട്ടോ. ഞാനും ഈ കാര്യത്തില് വളരെ മോശക്കാരനൊന്നുമല്ല. ഞാൻ സാധാരണ എനിക്ക് ഈ സൂം കേൾക്കുന്നത് പല സ്ഥലത്തായിരിക്കും, പല ആക്ടിവിറ്റീസിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ മൊബൈലും കൊണ്ട് നടന്നിട്ട് അവിടുത്തെ PPT കാണുമ്പോൾ അപ്പൊ തന്നെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. ഇത് പിന്നീട് വായിക്കുകയോ ഇല്ലെങ്കിൽ എഴുതിയെടുക്കുകയോ ചെയ്യാത്ത ഒരു അവസ്ഥ വരുന്ന ഒരു അവസ്ഥയാണ് അർജുൻ സാറ് പറഞ്ഞത്. ശരിയാണ്, ഞാനും പല മീറ്റിങ്ങിൽ ഇത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാറില്ല. പക്ഷെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇതിന്റെ പ്രസക്തി മനസ്സിലാക്കിയതിനു ശേഷം എനിക്ക് വിജയിക്കണം എന്നുള്ളതിന് ഒരു ദൃഢനിശ്ചയം വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ എൻ്റെ ലാപ്ടോപ്പിലോ ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ബുക്കിലോ ഇത് ഞാൻ വീണ്ടും എടുത്തെഴുതും. അപ്പോൾ രണ്ട് ഗുണം എനിക്ക് ഉണ്ടാവുന്നു. ഒന്ന്, കേൾക്കുമ്പോഴുള്ള ഗുണം. രണ്ട്, ഇത് എടുത്തെഴുതുമ്പോഴുള്ള ഗുണം ഇത് കിട്ടുന്നു. പക്ഷേ ഇദ്ദേഹം അർജുൻ സാറ് പറഞ്ഞ വളരെ സത്യമാണ്. നമ്മളെല്ലാവരും ലേസിയാണ് എല്ലാ കാര്യങ്ങൾക്കും, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ ഇത് നമ്മൾ എഴുതാതെ വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഞാൻ ഈ പറയുന്ന സബ്ജക്റ്റ് ഞാൻ നേരിട്ട് പറയാൻ കാരണം, സാറ് പറഞ്ഞ പോലെ തന്നെ ഇത് PPT ഇല്ലാതെ പറയാൻ കാരണം, നിങ്ങൾ എല്ലാവരും ഈ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ബിസിനസ്സിനെ മാത്രം, നമ്മുടെ ബിസിനസ്സിനെ മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും ഇത് ഉപകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പൊ ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഉപഭോക്താവ്. ആ ഉപഭോക്താവ് എന്ന് പറയുന്നത് ഒരു കടയിൽ നിന്നും ഒരു വെണ്ടറിൽ നിന്നും അവരുടെ ആവശ്യത്തിന്, അയാളുടെ സ്വന്തം ആവശ്യത്തിന് സാധനം മേടിക്കുകയോ ഇല്ലെങ്കിൽ അത് വിൽക്കാൻ മേടിക്കുകയോ ചെയ്യുന്ന ഒരാളെയാണ് കസ്റ്റമർ എന്ന് പറയുന്നത്, ഇല്ലേ? അത് കഴിഞ്ഞാൽ ഈ കസ്റ്റമറുടെ ഇടയിൽ തന്നെ നമുക്കറിയാം ഡയറക്റ്റ് സെല്ലിംഗിൽ കസ്റ്റമർ ഉണ്ട്. ഈ ഡയറക്റ്റ് സെല്ലിംഗിലെ കസ്റ്റമറും ഈ കസ്റ്റമറും തമ്മിൽ എന്താണ് വ്യത്യാസം? ഡയറക്റ്റ് സെല്ലിംഗിലെ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് എന്ത് ചെയ്യുന്നു, ഇത് അദ്ദേഹം വാങ്ങി ഉപയോഗിക്കുന്നു, അയാളെ മാത്രമേ നമ്മൾ കസ്റ്റമർ എന്ന് വിളിക്കാവൂ. അതായത് ഒരു എൻഡ് കസ്റ്റമർ, എൻഡ് യൂസർ, അതിനെ മാത്രമാണ് നമുക്ക് ഒരു കസ്റ്റമർ എന്നുള്ളത് നമുക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവരെ നമ്മൾ വിളിക്കുന്നത് അസോസിയേറ്റ് ബയേഴ്സ്. അതായത് അസോസിയേറ്റ് ബയർ ആയിട്ടുള്ള ഒരാള് ഈ ക്യാൻ ബി എ കസ്റ്റമർ ഓൾസോ. ബട്ട് അസോസിയേറ്റ് ബയർ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് ബാക്കിയുള്ളവരെ പരിചയപ്പെടുത്തുകയും ആ പരിചയപ്പെടുത്തുന്ന ആൾക്ക് ഇത് കൊടുക്കുകയും ചെയ്യുന്നു. അതിന്റെ കൂട്ടത്തില് അദ്ദേഹം സെൽഫ് യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഡയറക്റ്റ് സെല്ലിങ്ങിലുള്ള കസ്റ്റമറുടെ വ്യത്യാസം. അപ്പൊ ഡയറക്റ്റ് സെല്ലിങ്ങിൽ നമുക്ക് കസ്റ്റമർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കൺസ്യൂമർ എന്ന് പറയാം, അയാൾ കൺസ്യൂം ചെയ്യുന്ന ഒരാളാണ്, അയാൾ കസ്റ്റമർ അല്ല, ലാസ്റ്റ് വരുന്ന ആള്. അപ്പോ നമുക്ക് കസ്റ്റമർ എന്ന് വരുന്നത് ഒരു ഷോപ്പിലാണ്. അത് ഏത് ഷോപ്പ് ആയിക്കോട്ടെ, ഇപ്പൊ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ ഷോപ്പ് ആയിക്കോട്ടെ, അല്ലാത്ത ട്രഡീഷണൽ ഷോപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സർവീസ് ആക്ടിവിറ്റി ആയിക്കോട്ടെ, ഇതിലെല്ലാം നമുക്ക് വരുന്ന സാധാരണ കസ്റ്റമറാണ്. ഇപ്പൊ സർവീസ് ആക്ടിവിറ്റി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഇൻഷുറൻസിലെ മാർക്കറ്റിംഗ് ആണ്. ഇറ്റ് ഈസ് എ സർവീസ് പാർട്ട്. അവിടെ സർവീസ് ആണ് ചെയ്യുന്നത്. നമ്മൾ വി ആർ സെല്ലിംഗ് ഓൺലി പ്രോമിസസ്. നമ്മൾ എന്താ പറയാ, നമ്മുടെ ഒരു പ്രോമിസ് ആണ് നമ്മൾ അവിടെ സെല്ല് ചെയ്യുന്നത്. നമ്മളൊരു പ്രൊഡക്റ്റ് അവിടെ സെല്ല് ചെയ്യുന്നില്ല. പോളിസി എന്ന് പറയുന്നത് ഒരു പ്രോമിസ് ആണ്, ഒരു വാദം. അത് നമ്മൾ ചെയ്തു കൊടുക്കാം എന്നുള്ള ഒരു പ്രോമിസ് ആണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ഡയറക്റ്റ് സെല്ലിങ്ങില് മാർക്കറ്റിംഗിൽ വരുമ്പോൾ അവിടെയും പ്രോമിസസ് സെല്ല് ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്, ഇല്ല എന്നില്ല. പക്ഷെ നമ്മൾ RCM ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ RCMൽ പ്രൊഡക്റ്റ് ആണ് സെയിൽ ചെയ്യുന്നത്. അപ്പൊ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ അവിടെ കസ്റ്റമർ ഈസ് എ പ്രൊഡക്റ്റ് ബയ്യർ. അയാൾ ഒരു ബയ്യറാണ്. ആ ബയ്യർ സെൽഫ് യൂസിനാവാം, അല്ലെങ്കിൽ വേറൊരാൾക്ക് കൊടുക്കാനുള്ളതാവാം. അപ്പൊ നമുക്ക് നോക്കേണ്ടത്, നമ്മുടെ ഷോപ്പിൽ വരുന്ന ബയ്യറിനെയാണ് നമ്മൾ കസ്റ്റമർ ആയിട്ട് കാണേണ്ടത്. കൺസ്യൂമർ എന്ന് പറയുന്നത് എൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആൾ, അതും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാം. കൺസ്യൂമേഴ്സും ഉണ്ടാവാം, പബ്ലിക്കും ഉണ്ടാവാം, നമ്മുടെ അസോസിയേറ്റ് ബയേഴ്സും ഉണ്ടാവാം. അപ്പൊ ഒരു ഷോപ്പിൽ എങ്ങനെ നിങ്ങൾക്ക് ആ ഷോപ്പ് റൺ ചെയ്യാം എന്നുള്ളതിന് മുമ്പ് നമ്മൾ ഈ കസ്റ്റമർ എന്ന് പറഞ്ഞ ആളെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ളതും കൂടി നമുക്ക് ഒന്ന് നോക്കാം. എന്താണ് ഒരു കസ്റ്റമർക്ക് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു കസ്റ്റമറുടെ റോൾ എന്താണ്, ഒരു സെല്ലറുടെ റോൾ എന്താണ് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഒരു കസ്റ്റമർ, ഞാൻ പറയുന്നത് സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ സ്പീഡ് കുറയ്ക്കാം. കുഴപ്പമില്ലല്ലോ? ഓക്കെ, റൈറ്റ്. അപ്പൊ കൺസ്യൂമർ, നമ്മുടെ ഒരു കസ്റ്റമർ കടയിൽ വരുന്ന ഒരാളെയാണ് നമ്മൾ കസ്റ്റമർ എന്ന് വിളിക്കുന്നത്. ആ കസ്റ്റമർ നമ്മൾ കടയിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ റോൾ എന്താണ്, അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഒരു കസ്റ്റമർ എന്നുള്ള വ്യക്തി ഒരു സെല്ലറെ സംബന്ധിച്ചിടത്തോളം വെരി ഇമ്പോർട്ടൻറ്റ്. വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റില്ല, വെരി 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 ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ട്? ഹു ഈസ് ദ മാൻ ഹു ഈസ് ഗിവിംഗ് അസ് റെവന്യൂ. ഇദ്ദേഹമാണ് നമുക്ക് ആ ഷോപ്പിലേക്ക് റവന്യൂ തരുന്ന ആള്. റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വരുന്ന
ഇൻകം ഉണ്ടാക്കി തരുന്ന ഒരാളാണ് കസ്റ്റമർ. അങ്ങനെ ഒരാളെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതാണ് മെയിൻ പോയിന്റ്. അവിടെ വരുന്നത് നമ്മൾ അദ്ദേഹത്തിന് ട്രീറ്റ് ചെയ്യേണ്ടത്, നമ്മൾ കസ്റ്റമർ ഈസ് കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ലോഗനാണ് ഇപ്പൊ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അയാൾ ഒരു രാജാവിനെ പോലെ എന്നുള്ളതാണ്. അയാളെ രാജാവിനെ പോലെ എന്ന് പറയുമ്പോൾ രാജാവിനെ നമ്മൾ എങ്ങനെ വെൽക്കം ചെയ്യണം എന്ന തരത്തിൽ ഇദ്ദേഹത്തിനെ നമ്മൾ വെൽക്കം ചെയ്യണം. എങ്ങനെയാണ്? യു ഷുഡ് ഗീവ് റെസ്പെക്ട് ടു ദ പേഴ്സൺ ഹു കംസ് ഇൻ ടു യുവർ ഷോപ്പ്. നിങ്ങൾ അദ്ദേഹത്തിന് നല്ല റെസ്പെക്ട് കൊടുക്കണം. നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കണം. നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഡ്രസ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം. നിങ്ങളുടെ സ്പീക്കിംഗ് എബിലിറ്റി, സ്പീച്ച്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത് വളരെ സൗമ്യമായിട്ടും നല്ല രീതിയിലുമായിരിക്കണം. അങ്ങനെ സംസാരിക്കുന്ന ഒരു വെൽക്കം ആണ് നിങ്ങൾ ഒരു കസ്റ്റമർക്ക് കൊടുക്കേണ്ടത്. ചില ടൈമില് കസ്റ്റമർ കടന്നു വരുമ്പോൾ അയാൾ വളരെ ടയേർഡായിരിക്കാം. പല കാരണങ്ങൾ കൊണ്ട് ടയേർഡായിരിക്കാം. അയാളുടെ ചിലപ്പോൾ രോഗാവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ അയാൾ നടന്നു വന്ന ഒരു അവസ്ഥയായിരിക്കാം, അയാളുടെ പല മാനസിക ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം. ഈ മേ ബി ടയേർഡ്. അങ്ങനെ വരുന്ന ആളെ നിങ്ങൾ ഒരിക്കലും ഒരു വെള്ളം എങ്കിലും കൊടുക്കാതെ അയാളെ സ്വീകരിക്കരുത്. യു ഗീവ് സം ടൈപ്പ് ഓഫ് ഡ്രിങ്ക്, അറ്റ്ലീസ്റ്റ് വാട്ടർ. അയാളോട് ചോദിക്കാം, സാർ കുടിക്കാൻ എന്ത് വേണം? ചായ എടുക്കട്ടെയോ, അത് ഡ്രിങ്ക്സ് വല്ലതും വേണോ, അത് വെള്ളം? അങ്ങനെ പറയും, വേണ്ട വേണം, എന്നാൽ ഒരു ഗ്ലാസ് വെള്ളം സാറേ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ആ ടയേർഡായിട്ട് വരുന്ന ആൾക്ക് കൊടുക്കണം. ഇരിക്കാൻ ഒരു സീറ്റ് ഓഫർ ചെയ്യണം. എവിടെയെങ്കിലും ഒരു സീറ്റിംഗ് ഫെസിലിറ്റി ഉണ്ടാക്കണം. അവിടെ അദ്ദേഹത്തിനോട് ഇരിക്കാൻ സീറ്റ് പ്രൊവൈഡ് ചെയ്യണം. അദ്ദേഹത്തിന് ഒരു 2 മിനിറ്റ് വിശ്രമിക്കാനുള്ളൊരു അവസ്ഥ കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിനോട് ഇന്ററാക്ട് ചെയ്യണം. എന്താണ് ഇന്ററാക്ഷൻ? ഒരു കസ്റ്റമറുടെ അടുത്ത് വേണ്ട ഇന്ററാക്ഷൻ എന്താ? അത് എല്ലാവർക്കും തുല്യമാണ് കേട്ടോ. ഇന്ററാക്ഷൻ എല്ലാവർക്കും തുല്യമാണ്. ഹൗ ടു ഇന്ററാക്ട് വിത്ത് എ കസ്റ്റമർ. അദ്ദേഹത്തിനോട് ആദ്യം വരുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ, ആദ്യം വരുന്ന ഒരു ഉപഭോക്താവാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ വെയർ അബൌട്ട്സ് ചോദിക്കാം. സാറ് പേരെന്താണ്? സാർ എവിടെ നിന്ന് വരുന്നു? സാർ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? സാർ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം നമുക്ക് ചോദിക്കാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ഫാമിലി ഡീറ്റെയിൽസ് വേണമെങ്കിൽ ചോദിക്കാം. അതിന്റെ അത്യാവശ്യമൊന്നുമില്ല, പക്ഷെ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് അദ്ദേഹമായിട്ട് ഒരു റിലേഷൻഷിപ്പ്, യു ഹാവ് ടു ബോണ്ടിങ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാം അദ്ദേഹമായിട്ട്. ഈ ബോണ്ടിങ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ നോട്ട് ലൂസ് ദറ്റ് കസ്റ്റമർ. ആ കസ്റ്റമറെ നിങ്ങൾക്ക് ലൂസ് ചെയ്യില്ല. അത് റിട്ടൈനിങ് പാർട്ടും കൂടിയാണ്. കസ്റ്റമറുടെ ഒരു റിട്ടൈനിങ് പാർട്ടും കൂടിയാണ് കസ്റ്റമറെ ലൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു കസ്റ്റമറെ ലൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈം ഇമ്പോർട്ടൻസ്, അല്ലേ? അപ്പോൾ നിങ്ങൾ കസ്റ്റമറെ ലൂസ് ചെയ്യാതെ നിങ്ങളുടെ കയ്യിൽ കിട്ടും. അയാൾക്ക് ഒരു സന്തോഷം ഉണ്ടാവും. വെള്ളം കുടിച്ചു കഴിയുമ്പോൾ അയാൾക്ക് ഒരു ശാന്തത ഉണ്ടാവും. അയാളുടെ തലയിൽ പെരുപ്പുണ്ടെങ്കിൽ മാറും. ഇതെല്ലാം മാറും. അയാൾ ഒരു ഹാപ്പി മാനായിട്ട് മാറും. അതിനുശേഷം ഇന്ററാക്ഷന്റെ സമയത്ത്, അയാളുടെ ഇന്ററാക്ഷൻ കൂടി കഴിഞ്ഞതിന് ശേഷം, സാറ് എന്തിനാണ് വന്നത്, എന്ത് ഉപയോഗത്തിനാണ്, എന്ത് സാധനം വാങ്ങാനാണ് വന്നത്, സാറിന് എന്ത് ഹെൽപ്പാണ് വേണ്ടത് എന്നുള്ളൊരു ചോദ്യം കൂടി നമ്മൾ ചോദിക്കുക. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പറയുന്നത് ഈ ഓണർ അല്ലെങ്കിൽ ഒരു ഷോപ്പിന്റെ ഓണർ തന്നെ ചോദിക്കണമെന്നില്ല. ഓണർ മെ നോട്ട് ബി അവൈലബിൾ 24 hours ഇൻ ദ ഷോപ്പ്. ചിലപ്പോ റിലേറ്റീവ്സ്, ബന്ധുക്കളായിരിക്കാം, വൈഫായിരിക്കാം, സ്പൗസ് ആയിരിക്കാം, ആരെങ്കിലും ആയിരിക്കാം, ചിലപ്പോൾ സ്റ്റാഫ് ആയിരിക്കാം, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അസോസിയേറ്റ് ബയർ ആയിരിക്കാം, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന ഒരു അസോസിയേറ്റ് ബയർ ആയിരിക്കാം. പക്ഷെ എല്ലാവരുടെയും മൂഡ് ഇതായിരിക്കണം. ഞാൻ പറയുന്ന ഒരു ഷോപ്പിന്റെ വിജയം എന്ന് പറയുന്നത് അവിടെ വരുന്ന ആൾക്കാരുടെ മൂഡ് പോലെ ഇരിക്കും. അവിടെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ മൂഡ് പോലെ ഇരിക്കും. അപ്പോൾ എല്ലാവരുടെയും മൂഡ് ഒരേപോലെ ആയിരിക്കണം. അയാളെ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റിയിൽ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം, സാറിന് ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്യണം എന്ന് ചോദിക്കാം. സാറിന് എന്ത് പ്രൊഡക്റ്റ് ആണ് വേണ്ടത്? എന്നിട്ട് നമ്മൾ പ്രൊഡക്റ്റ് കാണിക്കാനായിട്ട് അദ്ദേഹത്തിനെ കൊണ്ടുപോകാം. പ്രൊഡക്റ്റ് കാണിക്കാം, പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യാം, പ്രൊഡക്റ്റുകൾ എടുത്തിട്ട് അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്തിട്ട് ബില്ലിംഗ് സെക്ഷനിലേക്ക് എല്ലാം വരാം. പക്ഷേ ഇവിടെ നമുക്ക് ഈ സമയത്ത് നോക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഒരു കസ്റ്റമർ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ കാര്യത്തിന്റെ കൂടെ, ഈ ആദ്യത്തെ ഫാക്ടിന്റെ കൂടെ, അല്ലെങ്കിൽ ഇനി ഉണ്ടാവുന്ന ഫാക്ടിന്റെ കൂടെ നോക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഒരു കൺസ്യൂമർ എന്ന് പറയുമ്പോൾ, ഒരു കസ്റ്റമർ എന്ന് പറയുമ്പോൾ, ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നമ്മുടെ ഗവൺമെന്റ് നിലവിലുണ്ട്. ഗവൺമെന്റ് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ഒരു ആക്ട് നിലവിലുണ്ട്, ഇല്ലേ? അത് എന്തിനാണ്? കൺസ്യൂമറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. അത് വന്നിട്ട് കുറെ അധികം നാളൊന്നും ആയിട്ടില്ല. നമുക്കൊരു 10-20 കൊല്ലം മുമ്പാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നത്. ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ എന്താ പറയുന്നത്? ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടില് കുറെ റൈറ്റ് ടു ദ കൺസ്യൂമേഴ്സ് ആണ് പറയുന്നത്. നമുക്ക് ഒന്ന് പരിശോധിക്കാം എന്താണ് റൈറ്റ് ടു കൺസ്യൂമേഴ്സ് എന്നുള്ളത്. ഈ റൈറ്റ് ടു കൺസ്യൂമേഴ്സിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് റൈറ്റ് ഓഫ് ദ കൺസ്യൂമർ ഫോർ റിഡ്രസൽ. അദ്ദേഹത്തിന് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ അദ്ദേഹത്തിന് അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ഫോറം,
അതാണ് കൺസ്യൂമർ റിഡ്രസൽ ഫോറം എന്ന് പറയുന്നത്. അത് ഗവൺമെന്റ് പറയുന്നത് ഒരു കടയിലെ ഒരു PRO ഉണ്ടാവാം, ഒരു ഓണർ ആയിരിക്കാം, ഒരു മാനേജർ ആയിരിക്കാം. ഈ തരത്തിലുള്ള ആൾക്കാർക്കാണ് റിഡ്രസൽ ഫോറം വരുന്നത്. അപ്പോ ഇദ്ദേഹത്തിന് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് അവിടെ ബോധിപ്പിക്കാം, അപ്പൊ തന്നെ ബോധിപ്പിക്കാം. അങ്ങനെ ബോധിപ്പിക്കുന്ന സമയത്ത് യു ഹാവ് ടു ഇന്ററാക്ട് വെരി പീസ്ഫുള്ളി, വെരി സ്മൂത്ത്ലി ആൻഡ് ജുഡീഷ്യസ്ലി. അവിടെ ഈ 3 വാക്കുകളും പ്രസക്തിയുണ്ട്. നമ്മൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാനായിട്ട് മാനേജർക്കോ PROക്കോ സാധിക്കുന്നില്ല, സ്റ്റാഫിനോ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ യു ഷുഡ് ടേക്ക് റോൾ ഓഫ് ദാറ്റ്. നിങ്ങൾ ഓണർ റോൾ എടുക്കണം. എടുത്തിട്ട് അയാൾക്ക് വന്ന പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കണം. ഞാൻ എൻ്റെ കടയിൽ ഇത് വരുമ്പോൾ എൻ്റെ കടയിൽ നടന്ന ഒരു സംഭവം എനിക്ക് ഓർമ്മ വരികയാണ്. അതും കൂടി ഞാൻ പറയാം. എൻ്റെ കടയിൽ ഒരു ലേഡി സ്റ്റാഫ് ഉണ്ട്. ഒന്നല്ല, 4 ലേഡി സ്റ്റാഫ് ഉണ്ട്. അതിലെ ഒരു ഏറ്റവും യങ് ലേഡി സ്റ്റാഫ് ഉണ്ട്. അപ്പോ അവര് ഇങ്ങനെ ഒരു ദിവസം വൈകിട്ട് ഒരു 6:30 മണിയായി കഴിഞ്ഞപ്പോ ഒരു കസ്റ്റമർ വന്നു. ആ കസ്റ്റമർ വന്നപ്പോ ഇവര് അയാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ കസ്റ്റമർ വളരെ ക്ഷുഭിതനായിട്ട്, ഞാൻ കൗണ്ടറിന്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, എന്നോട് വന്ന് പറഞ്ഞു, ആർ യു ദ ഓണർ ഓഫ് ദിസ് ഷോപ്പ് എന്ന് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഷൗട്ട് ചെയ്തുകൊണ്ടാ പറയുന്നത്. എന്താണ്, പറയൂ സാർ എന്ന് പറയും. എന്താണ്, ഞാൻ ഇവിടെ വന്നത് എന്തെങ്കിലും കളവ് ചെയ്തുകൊണ്ട് പോകാനാണോ എന്ന് ചോദിച്ചു പുള്ളി എന്നോട്. ഞാൻ പറഞ്ഞില്ല സാറ്, സാധനം മേടിക്കാനല്ലേ വന്നതെന്ന് ചോദിച്ചു. അല്ല, നിങ്ങളുടെ ഒരു സ്റ്റാഫ് ഉണ്ടല്ലോ, എന്റെ പുറകേല് നടന്ന് എന്നെ നോക്കുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് അവര് എന്നെ ഒരു കള്ളനെ പോലെയാണ് കാണുന്നത്. ഐ കെയിം ഫോർ സ്റ്റോൾ സംതിങ് എന്നാണ് അയാൾ പറഞ്ഞത്. ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, സാറെ നോക്കട്ടെ, ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞു. ഞാൻ ആ കുട്ടിയെ വിളിച്ചു. കുട്ടിയെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ ഉണ്ടായെന്ന് വെച്ചു. ഇദ്ദേഹത്തിന്റെ മുമ്പിൽ തന്നെ കേട്ടോ ചോദിച്ചു, എന്താ ഇങ്ങനെ വരാനുള്ള കാരണം എന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ സാറ് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ പോയതാണ്, വേറെ ഒന്നും ചെയ്തില്ല. അവിടെ വളരെ പേടിച്ചുപോയി ഇയാളുടെ ഷൗട്ടിങ് കഴിഞ്ഞപ്പോ. ഞാൻ പറഞ്ഞു, നോ പ്രോബ്ലം സർ, എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ പറഞ്ഞു, എടോ താൻ മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സീനിയർ ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെ അദ്ദേഹത്തിന്റെ കൂടെ വിടുകയും അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറയുകയും ചെയ്തു. അദ്ദേഹം അത് പോയി. ഞാൻ ഇതേ സമയത്ത് ഞാൻ എന്താണ് നടന്നതെന്ന് അറിയാനായിട്ട് ഞാൻ എൻ്റെ CCTV ഞാൻ എടുത്തുനിന്ന് നോക്കി, അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ സ്റ്റാഫ് ഇദ്ദേഹത്തിന്റെ പുറകിൽ, എന്നെ കാണാൻ പറ്റില്ലെന്ന് എനിക്കറിയില്ല, കൈ രണ്ടും ഇങ്ങനെ കെട്ടിയിട്ട് അദ്ദേഹത്തിന്റെ പുറകിൽ ഇങ്ങനെ കണ്ണും വെച്ച് ഇങ്ങനെ 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 അയാൾ ചെയ്യുന്നത് എല്ലാ ആക്ടിവിറ്റി ഇങ്ങനെ നോക്കി നടക്കുകയാണ് ചെയ്തത്. അപ്പോ അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. അങ്ങനെ നോക്കി നടക്കുമ്പോൾ അവരുടെ മനസ്സിൽ അതില്ല എങ്കിലും അവര് വളരെ കാഷ്വൽ ആയിട്ട് കൈയും കെട്ടി അയാളുടെ പുറകിൽ നടന്നു കഴിഞ്ഞപ്പോ അവിടെ തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ അയാൾക്ക് തോന്നി അവര് വാച്ച് ചെയ്യാണ് ഇയാളെ. എന്തെങ്കിലും സാധനങ്ങൾ ഇയാൾ എടുത്തിട്ട് അയാളുടെ ബാഗിലോ മറ്റു സൈഡുകളിലോ വെക്കുന്നുണ്ടോ എന്നുള്ളത് വാച്ച് ചെയ്യുന്ന പോലെ അയാൾക്ക് തോന്നി. പ്ലസ് കറക്റ്റ്. അപ്പൊ ഞാൻ അത് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ വീണ്ടും അയാളുടെ അടുത്ത് പോയിട്ട്, സോറി സർ, ഞാൻ അവരുടെ ആക്ട് കണ്ടു, അത് വളരെ എനിക്കും തോന്നി. അതേപോലെ തന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാം, അവർ വളരെ യങ് അല്ലേ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഈ കാര്യത്തിൽ എക്സ്പീരിയൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കുട്ടിയെ വിളിച്ചു നിർത്തിയിട്ട് ഞാൻ അവരോട് പറയുകയും ചെയ്തു, ഇങ്ങനെ ചെയ്യരുത്, നിങ്ങൾ കയ്യും കെട്ടി ഒരാളുടെ പുറകിൽ പോകരുത്. കയ്യും കെട്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, നമുക്കറിയാലോ, ഞാനാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമ എന്നും ഞാൻ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് നോക്കാനാണ് എന്റെ കണ്ണുകൾ കാണിക്കുന്നത് എന്നും അയാൾക്ക് തോന്നും. തെറ്റാണ്. ദാറ്റ് പോസ്റ്റർ ഈസ് വെരി ബാഡ് എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കി. അവരത് മനസ്സിലാക്കുകയും ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇയാൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ബില്ല് ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോ അയാള് ഈ ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ, ആർ യു ഹാപ്പി എന്ന് ഞാൻ ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഐ എം വെരി മച്ച് ഹാപ്പി, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷോപ്പിൽ വരുന്നത്, ഞാൻ ഇങ്ങനെ ഒരു സംസാരം വന്നതിൽ ഞാൻ ഖേദിക്കുന്നു. ആ കുട്ടിയെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ അയാളെ വിളിച്ചു. അയാളെ വിളിച്ചു കഴിഞ്ഞപ്പോ അയാൾ അവരോട് അപ്പോളജൈസ് ചെയ്തു. സി ദ ഡിഫറൻസ്. ഹി അപ്പോളജൈസ്ഡ് ടു ദ എന്താ പറയുക സ്റ്റാഫ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കൂ കുട്ടി, താൻ വളരെ ചെറിയ ആളല്ലേ, എനിക്ക് അങ്ങനെ തോന്നിപ്പോയത് കൊണ്ടാണ്, താൻ അങ്ങനെയല്ല പെരുമാറിയെന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലായി, ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞു. അദ്ദേഹം ഇന്നും എൻ്റെ ഒരു കസ്റ്റമറാണ്, മാത്രമല്ല വാല്യുബിൾ കസ്റ്റമറാണ്. ഇന്നും അദ്ദേഹം ഒരുപാട് ആൾക്കാരെ കൊണ്ടുവരുന്നു, ഒരുപാട് സാധനങ്ങൾ മേടിക്കുന്നു. അപ്പോ ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ സൊല്യൂഷൻ ഇന്റർഫിയറിംഗിൽ നമ്മൾ നടത്തണം. അത് ഒരു കടയുടെ എന്താ പറയാ കസ്റ്റമർ അട്രാക്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അദ്ദേഹം 10 പേരോട് പറയും, മൗത്ത് ടു മൗത്ത് 10 പേരെ കാണിച്ചു കൊടുക്കും, 10 പേരെ ഫീൽ ചെയ്യിപ്പിക്കും. ഇത് നമ്മുടെ കസ്റ്റമർ ബേസ് കൂട്ടാനും കസ്റ്റമർക്കൊരു എന്താ ഡിലൈറ്റ് ഉണ്ടാക്കാനും ഇത് സാധിക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. റൈറ്റ് ടു എന്താ പറയാ
റിഡ്രസൽ അവർക്കുള്ളതാണ്. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. ഇതൊന്നും തീരാതെ വരുമ്പോഴാണ് പിന്നെ ഇത് റിഡ്രസൽ ഫോറങ്ങളായിട്ടുള്ള നിയമ പോരാട്ടങ്ങളിലേക്ക് ഇത് പോകുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം എന്നെ വളരെ കണ്ണു തുറപ്പിച്ച ഒരു സംഭവമാണ്. അതേപോലെ നമുക്ക് വേറൊരു റൈറ്റ് ആണ് റൈറ്റ് ടു ഹിയർ, കേൾക്കാനുള്ള ഒരു അവകാശം. എന്തിനെ പറ്റി കേൾക്കാനുള്ള, പ്രൊഡക്ട്സിനെ പറ്റി കേൾക്കാനുള്ള, സർവീസിനെ പറ്റി കേൾക്കാനുള്ള ഒരു അവകാശം ആർക്കുണ്ട്? കൺസ്യൂമർക്കുണ്ട്, കസ്റ്റമർക്കുണ്ട്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ്. പല ഷോപ്പുകളിലും സംഭവിക്കാത്ത ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നമ്മൾ ഒരു കാര്യങ്ങളും തുറന്ന് കസ്റ്റമറോട് സംസാരിക്കാൻ എന്താ പറയാ തുനിയുന്നില്ല. ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയാൻ നമ്മൾ തുനിയുന്നില്ല. പ്രൊഡക്റ്റ് പറയുമ്പോൾ പറയാം അതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് സാർ, അത് നോക്കിയിട്ട് എടുത്തോളൂ എന്ന് പറയും, ഇല്ലേ? ആ ഒരു പ്രവണത തെറ്റാണ്. ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കയ്യിലെടുത്തുകൊണ്ട് നമ്മൾ വായിച്ചിട്ട് നമ്മൾ അദ്ദേഹത്തിന് കേൾപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ ഇത്തരത്തെ ഗുണങ്ങളുണ്ട്, ഇന്ന കണ്ടന്റ്സ് ഉണ്ട്, ഇത് കഴിച്ചാൽ ഇന്ന കാര്യങ്ങൾക്ക് നല്ലതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഈ പറയുന്ന റൈറ്റ് ടു ഹിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൈറ്റ് ടു നോ എന്ന് പറയുന്ന ഒരു റൈറ്റ്. ഇനിയുമുണ്ട് റൈറ്റ്, റൈറ്റ് ടു പോസ്റ്റേഴ്സ്. അതായത് നമ്മള് റൈറ്റ് ടു പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മള് അവർക്ക് ഫ്രീ ആയിട്ട് അത് എടുക്കാനുള്ള സംവിധാനം. അതായത് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അവരുടെ ബാസ്ക്കറ്റ് ഷോപ്പിംഗ് എന്ന് പറയാം. ഈ ബാസ്ക്കറ്റ് ഷോപ്പിങ്ങിനുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ പുറകെ പോകുന്നില്ല. അവിടെ നമ്മൾ ഓരോ പ്രൊഡക്റ്റിനെ പറ്റി ഡിസ്ക്രിപ്ഷൻസ് അവിടെ എഴുതി വെക്കണം. നമ്മുടെ കമ്പനി ആ കാര്യത്തില് എനിക്ക് തോന്നുന്നു ഒരു ഷോപ്പ് കൊടുക്കുമ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ഷോപ്പില് 25ഓളം പോസ്റ്റേഴ്സ് ഒട്ടിച്ചു വെക്കുക. കീസോൾ, FMCG, അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് താഴെ കൊടുക്കുക. ഇതൊക്കെ പറയുന്നത് കമ്പനി എന്തിനാണ്? ഈ ഒരു കാര്യത്തിനാണ്, ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ബാസ്ക്കറ്റ് ഷോപ്പിങ്ങിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുക. അവിടെ ഇത് കൃത്യമായിട്ട് ചെയ്യേണ്ടത് പുതിയ പ്രൊഡക്റ്റില് സിംഗിൾ പോസ്റ്റേഴ്സ് നമ്മൾ ആ പ്രൊഡക്റ്റിന്റെ അടുത്ത് വെക്കുന്നതും നല്ലതാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഷോപ്പില് ഗുഡ് ഡോട്ടിന്റെ റെസിപ്പി ബുക്ക് ഉണ്ട്. ഇത് ഞാൻ 4 സ്ഥലത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ നൂഡിൽസിന്റെ മുമ്പില്, വെറ്റ് ബൈറ്റ്സിന്റെ മുമ്പില്, സൂപ്പിന്റെ മുമ്പില്, കെച്ചപ്പിന്റെ മുമ്പില്. ഇത്രയും സ്ഥലത്ത് ഞാൻ ഈ ബുക്ക്, ഞാൻ കെച്ചപ്പല്ല കറി പേസ്റ്റിന്റെ മുമ്പില്, ഇത്രയും സ്ഥലത്ത് ഞാൻ ഈ നമ്മുടെ ബുക്ക്, റെസിപ്പി ബുക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ അതിന്റെ കണ്ടന്റ്സ് അടങ്ങുന്ന പോസ്റ്റേഴ്സും ഞാൻ വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? ഇത് ഒരു കസ്റ്റമർ വന്നാൽ ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് ഇത് കാണുകയും മനസ്സിലാക്കുകയും വാങ്ങുകയും ചെയ്യാം. ഇറ്റ് ഈസ് എ റൈറ്റ് ഓഫ് ദി കസ്റ്റമർ. ഈ ഓൺലൈൻ ഷോപ്പിങ്ങിന് ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. ഇത് കൂടാതെ റൈറ്റ് ഓഫ് എൻവയറമെന്റ്. നമുക്ക് ഒരു ചുറ്റുപാട്, ഒരു കടയിൽ വന്നു കഴിഞ്ഞാൽ ആ കടയുടെ ചുറ്റുപാട് വേണം. ആ കടയിൽ വലിയ ബഹളങ്ങളും അത് അടക്കും ചിട്ടില്ലാത്ത രീതിയിൽ വെക്കുന്നതുമായിട്ടുള്ള ഒരു അവസ്ഥ അത് പാടില്ല. ഒരു എൻവയറമെന്റ് അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. വെക്കേണ്ട സാധനങ്ങൾ വെക്കേണ്ട സ്ഥലത്ത് ഡിസിപ്ലിനോടുകൂടി, അടക്കം ചിട്ടയോടുകൂടി വെക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ ഷോപ്പുകളിലുണ്ട്. അത് നമ്മൾ ചെയ്തിരിക്കണം. അതായത് നമുക്ക് സോപ്പ് പൗഡേഴ്സ് അല്ലെങ്കിൽ ഹൈജീൻ മെറ്റീരിയൽസ് ഫുഡിന്റെ ഐറ്റം ആയിട്ട് കലർത്തി വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. അത് ശരിയല്ലാതാണ്. അപ്പോൾ സോപ്പ്, ക്ലീനിങ് മെറ്റീരിയൽസ് ഒക്കെ ഒരു റാക്കിൽ വരുമ്പോൾ ഫുഡ് ഐറ്റംസ് എല്ലാം വേറെ റാക്കിൽ വരണം. അതേപോലെ ഹൈജീൻ മെറ്റീരിയൽസ് വേറെ റാക്കിൽ വരണം. ഇനി ഡ്രസ്സ് ഇതിന്റെ കൂട്ടത്തിൽ ഒന്നും വെക്കാൻ പാടില്ല. കാരണം ഇതെല്ലാം നമുക്ക് പൊടി വരുന്ന ഒരു കാലാവസ്ഥയാണ്. ഈ പൊടി വരുന്ന കാലാവസ്ഥയിൽ ഡ്രസ്സും കൂടി മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ്സിനും പൊടി പിടിക്കും. ആരും ആ ഡ്രസ്സ് വാങ്ങില്ല എന്ന് മാത്രമല്ല, എടുത്തു നോക്കാൻ പോലും താല്പര്യപ്പെടുകയില്ല. അപ്പോൾ environment of a shop, it is a right of the consumer that environment should be protected like that. അതേപോലെ അത് പ്രൊട്ടക്ട് ചെയ്തിരിക്കണം എന്നുള്ളത് ഒരു റൈറ്റ് ഉണ്ട്, ഇല്ലേ? ആ റൈറ്റ് ഉണ്ട്. അപ്പോ റൈറ്റ് ടു ഹിയർ, റൈറ്റ് ടു നോ, ഇതെല്ലാമായി ഇത്രയും റൈറ്റുകൾ നമ്മൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഷോപ്പ് സജ്ജീകരിക്കുകയാണെങ്കിൽ അത് ഒരു അട്രാക്ഷൻ ഉള്ള ഒരു വഴിയാണ്. ഈ കൺസ്യൂമറെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു വഴി തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇനി വരുന്നുണ്ടാവാം, പെട്ടെന്ന് നമുക്ക് കസ്റ്റമേഴ്സ് പലതരത്തിലുണ്ട്, അല്ലേ? ഒരു നീഡി കസ്റ്റമർ ഉണ്ട്. നീഡി കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ആവശ്യമാണ്. അപ്പൊ അയാൾ വന്നിട്ട് എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് സാധനങ്ങൾ എടുക്കുന്നു, പെട്ടെന്ന് ബില്ല് ചെയ്യുന്നു, പെട്ടെന്ന് പോകുന്നു. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവിടെ ഒരു ക്രൗഡ് ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ വി ഷുഡ് എന്താ പറയാ, പ്രൂഡന്റ്ലി, നല്ല രീതിയിൽ നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റണം. എങ്ങനെ പറ്റും മാനേജ് ചെയ്യാൻ? നോക്കൂ, ഒരാള് വരുന്നു, അയാൾ കുറെ സാധനങ്ങൾ പെറുക്കിയിടുന്നു,
അയാൾ പറയുന്നത് എനിക്ക് പോകണം, അവിടെ 3 പേര് വേറെ ബില്ല് ചെയ്യാൻ നിൽക്കുന്നുണ്ടാവാം ഇല്ലേ. അവര് ബില്ല് ചെയ്യാതെ ഇദ്ദേഹത്തിന്റെ എങ്ങനെ ബില്ല് ചെയ്യും? പക്ഷെ അയാൾ തിരക്കുള്ള മനുഷ്യനാണ്. ഇതെങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്യും? എന്റെ കടയിൽ ടാക്കിൾ ചെയ്യുന്ന വിധം ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ വരുമ്പോൾ ഞാനോ എന്റെ മാനേജറോ അല്ലെങ്കിൽ എന്റെ അവിടെ ഉള്ള സ്റ്റാഫ് ആദ്യം ബില്ല് ചെയ്യാൻ നിൽക്കുന്നവരോട് ചോദിക്കും, സാറേ തിരക്കില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ ഒന്ന് വിട്ടേക്കിട്ട്, അദ്ദേഹത്തിന് എന്തോ ഒരു അത്യാവശ്യമുണ്ട് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് പറയും. ആരും നോ പറയില്ല, ചെയ്തോളാൻ പറയും. അവരുടെ ബില്ല് അവിടെ നിർത്തി വെച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ബില്ല് ഫസ്റ്റ് ചെയ്യുക, ഇദ്ദേഹത്തിനെ നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തതായിട്ട് അദ്ദേഹത്തിനെ ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യുക, അത്രയേ ഉള്ളൂ. ബോധിപ്പിക്കുക, അദ്ദേഹത്തിന്റെ സാധനങ്ങൾ പെട്ടെന്ന് പാക്ക് ചെയ്ത് കൊടുക്കാൻ വേറെ സ്റ്റാഫ് ഉണ്ടെങ്കിലോ വേറെ ആൾക്കാരുണ്ടെങ്കിലോ അവരോട് പറയുക, അദ്ദേഹത്തിന്റെ സാധനങ്ങൾ നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഹി വിൽ ബി വെരി ഹാപ്പി. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരുടെ ആണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആണെങ്കിൽ ബില്ല് ചെയ്യുന്നത് പ്രോപ്പർ ആണോ എന്ന് നമ്മൾ നോക്കണം. നമ്മൾ ബില്ല് ചെയ്യുന്നതിന് മുമ്പ് സാധനങ്ങൾ ഒരു കൗണ്ടറിന് മുകളിൽ എടുത്തു വെച്ചിട്ട് ഓരോ ഐറ്റം ആയിട്ട് ബില്ല് ചെയ്തതിനു ശേഷം വീണ്ടും വെരിഫൈ ചെയ്യുക ബില്ലായിട്ട്, വെദർ ദോസ് പ്രൊഡക്ട്സ് ആർ ബിൽഡ് ഓർ ഓവർ ബിൽഡ് ഓർ നോട്ട് ബിൽഡ്. ഇതും നമ്മൾ നോക്കുക. ഇങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ സാധനങ്ങൾ ബില്ല് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അത് മാറി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഇത് ചെയ്യേണ്ടത് നിങ്ങൾ അയാളുടെ മുമ്പിൽ തന്നെയാണ്. അയാളുടെ അഭാവത്തിൽ ഇത് ചെയ്യരുത്, അയാളുടെ മുമ്പിൽ ഇത് ചെയ്യുക. അപ്പോൾ അയാൾക്കൊരു വിശ്വാസം വരും. അയാൾക്ക് ഇത് കൊണ്ടുപോകുമ്പോൾ അയാൾക്ക് കമ്പയർ ചെയ്യാനും ഇത് വളരെ നല്ല രീതിയിൽ ഉതകും. അതിനുശേഷം അദ്ദേഹത്തിന് ബില്ലടിച്ചിട്ട് കാശാണെങ്കിൽ കാശ്, ഗൂഗിൾ ആണെങ്കിൽ ഗൂഗിള്, ബാങ്കിങ് ആണെങ്കിൽ ബാങ്കിങ് ചെയ്തതിനു ശേഷം നമുക്ക് ഒരു സംഭവം മാത്രമില്ല ഈ ട്രാൻസാക്ഷൻസിൽ. എല്ലാവർക്കും അറിയാലോ, ക്രെഡിറ്റ് എന്ന് പറയുന്ന സാധനം നമുക്കില്ല, നോ ക്രെഡിറ്റ്. അപ്പൊ അവിടെ ക്രെഡിറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് എഴുതി വെക്കേണ്ടതുമില്ല, നോക്കേണ്ടതുമില്ല. അത് എല്ലാവർക്കും അറിയാം, കൺസ്യൂമർക്കും അറിയാം, നമുക്കും അറിയാം. ഇനി അഥവാ ഒരു കൺസ്യൂമർ ക്രെഡിറ്റ് ചോദിക്കുന്നുണ്ടെങ്കിൽ വളരെ പൊളൈറ്റ് ആയിട്ട് പറയുക, TCG പറഞ്ഞിരിക്കുന്നത് നോ ക്രെഡിറ്റ് എന്നുള്ളതാണ്. ഞങ്ങൾക്കും കിട്ടുന്നില്ല സർ, ക്രെഡിറ്റ് കിട്ടുന്നില്ല, ഞങ്ങൾക്കും കിട്ടുന്നത് ഓൺ ക്യാഷ് ആണ്, ക്യാഷ് ആൻഡ് കാര്യമാണ് നമ്മുടെ കാര്യം, സാറിന് അറിയാമല്ലോ എന്ന് പറയാം. ഒന്നെങ്കിൽ അയാൾ പറയും എന്റെ ക്യാഷിനുള്ള സാധനം എനിക്ക് മതി, അല്ലെങ്കിൽ ഞാൻ ക്യാഷ് എടുത്തിട്ട് വരാം എന്ന് പറയും. ഏതെങ്കിലും ഒന്ന് പറയും, അത് ചെയ്യുക. എന്റെ ഷോപ്പിലൊന്നും ഒരു പൈസയുടെ ക്രെഡിറ്റ് ആർക്കും ഞാൻ കൊടുത്തിട്ടില്ല, ആർക്കും കൊടുക്കുന്നുമില്ല കേട്ടോ, ഞാൻ കൊടുക്കാറുമില്ല. എന്ന് വെച്ചാൽ എന്റെ ഷോപ്പിലെ ബിസിനസ് ഒന്നും താഴേക്ക് പോയിട്ടില്ല. അതേസമയം ഞാൻ പറയുന്നു, നിങ്ങൾ ക്രെഡിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ആ കസ്റ്റമറെയാണ്. കാരണം ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിന് ആ പൈസ തരാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് വരും, അവസ്ഥ വരും, സംശയമൊന്നുമില്ല. അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൈസയും കിട്ടത്തില്ല, അയാൾ ആ ഷോപ്പിലേക്ക് വരില്ല, അയാൾ തൊട്ടടുത്ത ഷോപ്പിലേക്ക് പോകും ഇല്ലേ. നമുക്കറിയാവുന്നതാണ്, തൊട്ടടുത്ത ഷോപ്പിലേക്കോ അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഷോപ്പിലേക്കോ അയാൾ പോകും. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ കൊടുക്കരുത്. ബില്ലിങ്ങിന്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ സ്റ്റാഫിനോടോ നിങ്ങളുടെ റിലേറ്റീവ്സിനോടോ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. ഇതും ഒരു കസ്റ്റമർ ബില്ലിങ്ങിന്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ CCTV ബില്ലിംഗ് പോയിന്റിലും ക്യാഷ് പോയിന്റിലും നിർബന്ധമായിട്ട് വെക്കാം. മറ്റു സ്ഥലങ്ങളിലും വെക്കാൻ പറ്റുമെങ്കിൽ വെക്കാം. നാളെ ഒരു സാധനം അയാൾക്ക് കിട്ടിയില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ CCTV ഒന്ന് ബാക്കിലേക്ക് അടിച്ചിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാം, കൊടുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള വെരിഫൈ ചെയ്യാം. അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അത് അൺബില്ലിംഗ് ആണോ എന്ന് കൂടി അറിയാൻ പറ്റും. അപ്പോൾ ഇത് കാര്യങ്ങൾ നമ്മൾ സ്പഷ്ടമായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പൊ കസ്റ്റമർ സർവീസിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞു. ഇതേ സമയത്ത് തന്നെ ഇവിടെ ചില കസ്റ്റമേഴ്സ് വരും. എങ്ങനെ? മേടിച്ച കസ്റ്റമേഴ്സ് ഡാമേജ് ആയിട്ടുള്ള സാധനങ്ങളായിട്ട് വരാനും അവിടെ വന്നിട്ട് ഒരു വലിയ രീതിയിൽ ഒരു അലങ്കോലപ്പെടുത്താനും, അല്ലെങ്കിൽ അവർ അലങ്കോലപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടല്ല വരണേ, അവരുടെ മാനസികാവസ്ഥ ഇതായിരിക്കാം, വന്നിട്ട് ഉണ്ടാവും. അപ്പൊ ഇതേ സന്ദർഭത്തിൽ ഞാനൊരു കാര്യം, എന്റെ കടയിൽ നടന്ന ഒരു കാര്യം കൂടി ഞാൻ എക്സാമ്പിൾ ആയിട്ട്, ഞാൻ എന്റെ കടയുടെ പറയുന്നത് എന്താ വെച്ചാൽ, എന്റെ കടയിൽ നടന്ന സംഭവങ്ങൾ എനിക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. നടന്നൊരു സംഭവം ഞാൻ പറയാം. ഒരു കക്ഷി ഒരു ദിവസം നല്ല ക്രൗഡായിട്ടുള്ള ബില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബാഗ് കൊണ്ടുവന്നിട്ട് ഒരു എയറാണ് കൗണ്ടറിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, എന്ത് പ്രൊഡക്റ്റാണ് മാഷി ഈ ആവശ്യം തരുന്നത്, നിങ്ങൾ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് വിറ്റാണോ ആൾക്കാരെ കബളിപ്പിക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പൊ ഞാനുണ്ടായിരുന്നു ആ സമയത്തും, അവിടെ ഞാനുണ്ടായിരുന്നു. ഞാനുള്ള സമയത്തെ കാര്യങ്ങളല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ അദ്ദേഹത്തിന് വേറെ കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ആ ബാഗ് ഒരു ബാഗായിരുന്നു, സ്കൂൾ ബാഗായിരുന്നു, അതും പിടിച്ചിട്ട് ഞാൻ അടുത്ത റൂമിലേക്ക് പോയി അവിടെ ഇരുത്തി, എന്താ സാർ പ്രശ്നം എന്താണ് പറയുന്നത്, സാർ ഒന്ന് നോക്കൂ സാർ, ആ സിബ് വീഴുന്നുണ്ടോ എന്നാണ് വിളിച്ച് ചോദിക്കുന്നത്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ ആ സിബ് അതിന്റെ ക്ലിപ്പ് ഊരിക്കെടുക്കാം, അത് ഇടാൻ പറ്റത്തില്ല. സാർ കുഴപ്പമില്ല സാർ, എന്താ വേണ്ടത് സാറ് ഞാൻ ഇത് പരിഹരിച്ചു തരാം. സാർ എനിക്ക് 2 ദിവസത്തെ ടൈം തരണം, എനിക്കൊന്ന് കമ്പനിയായിട്ട് സംസാരിച്ചിട്ട് ഞാൻ സാറിന് അതിന് വേറെ ബാഗ് തരികയോ ഇല്ലെങ്കിൽ എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ പറയാം എന്നും പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, അതാണോ അതിന്റെ ഒരു ആൻസർ എന്ന് ചോദിച്ചു. എനിക്കിപ്പോ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ബാഗിൽ, സാർ ഇന്ന് ശനിയാഴ്ച അല്ലേ, ശനി ഞായർ സ്കൂളില്ലാത്ത ദിവസമല്ലേ, തിങ്കളാഴ്ച സാറ് വരൂ, ഞാൻ അതിന്റെ പരിഹാരം സാറിന് തരാം, ഇല്ലെങ്കിൽ അതിന് മുമ്പ് നടക്കുകയാണെങ്കിൽ അതിന് സാറിന് ഞാൻ വിളിക്കാം, സാറിന്റെ നമ്പർ എൻ്റെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പുള്ളി ഹാപ്പിയായി.
ശരി, എനിക്ക് 2 ദിവസം മറുപടി തന്നാൽ 2 അല്ല, നിങ്ങൾ 4 ദിവസം എടുത്തു, എന്നാലും എനിക്ക് വിരോധമില്ല. ശരി എന്ന് പറഞ്ഞു. അദ്ദേഹം പോയി. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ ആ സിബിൽ നിന്ന് ആ ക്ലിപ്പ് വിട്ടുപോയിരിക്കുകയാണ്. ഒന്നും ചെയ്യാനില്ല. ഞാൻ അടുത്ത നിമിഷം എൻ്റെ ഒരു സ്റ്റാഫിനെ ആ ബാഗ് കൊടുത്തിട്ട് അടുത്തൊരു ഇതിന്റെ മെന്റ് ചെയ്യുന്ന കടകളുണ്ട്, ഇത് റിപ്പയർ ചെയ്യുന്ന കടകളുണ്ട് ബാഗൊക്കെ. അയാളുടെ അടുത്ത് പോയിട്ട് അത് എന്താ ചെയ്യാൻ പറ്റാൻ ചെയ്യാൻ പറഞ്ഞു. അയാൾ എന്താ ചെയ്തത്, അയാൾ ആ ക്ലിപ്പ് ഒരെണ്ണം മാറ്റിയിട്ട് വേറൊരു ക്ലിപ്പ് അതിൻ്റെ അകത്തിട്ടു. അതേ സിബൊന്നും കുഴപ്പമൊന്നുമില്ല, അതിന്റെ പല്ലുകളൊന്നും കുഴപ്പമൊന്നുമില്ല. ആ ക്ലിപ്പിനായിരുന്നു പ്രശ്നങ്ങൾ. ആ ക്ലിപ്പ് മാറ്റിയിട്ട് അയാൾ വേറെ ക്ലിപ്പ് ഇട്ട് തന്നു. ഞാനത് കടയിൽ കൊണ്ടിട്ട് ഒരു 10-25 തവണ ഇട്ട് നോക്കി, പോകുന്നില്ല. അന്ന് തന്നെ ഞാൻ അയാളെ വിളിച്ചു. സാറിന്റെ ബാഗിന്റെ കാര്യങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്, യു ക്യാൻ കളക്ട് ഇറ്റ് ടുഡേ ഓർ ടുമാറോ ഓർ ഡേ ആഫ്റ്റർ ടുമാറോ എന്നാണ് സൗകര്യം. സാറ് വരും എന്ന് പറഞ്ഞു. ഞാൻ നാളെ വരട്ടെ എന്ന് വെച്ചു. വന്നോളൂ എന്ന് പറഞ്ഞു. ഞായറാഴ്ച രാവിലെ ഒരു 10 ആയപ്പോൾ അദ്ദേഹം വന്നു. ഇൻഫാക്ട് ഞാനും അവിടെ നിന്നു, ബാഗ് കൊടുത്തു. സാറ് ഈ പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ റിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞു. ആണോ, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ സാറ്? അത് ഞാൻ ഒരു ക്ലിപ്പ് മാറ്റി, അതിന് എന്ത് ചെലവ് വന്നു എന്നാണ് പുള്ളി ചോദിച്ചത്. സാർ, ചെലവൊന്നും വന്നിട്ടില്ല, ഞാനത് എൻ്റെ പരിചയക്കാരനായിട്ടുള്ള ഒരു ഷോപ്പുണ്ട്, അവിടെ കൊടുത്തപ്പോൾ കിട്ടിയതാണ് എന്ന് പറഞ്ഞു. എനിക്ക് 20 രൂപ ചെലവായിട്ടോ, ഞാൻ അതൊന്നും അയാളോട് പറയാൻ പറ്റില്ല. അയാളുടെ അടുത്ത് നമ്മളത് മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ തരാം, പൈസ എന്തെങ്കിലും തരാം. വേണ്ട സാർ, സാറിന് ബാഗ് യൂസ് ആവുന്നുണ്ടല്ലോ എന്ന് സാറ് നോക്കുക, ഇനിയും എന്തെങ്കിലും കംപ്ലൈന്റ് വരാണെങ്കിൽ യു ക്യാൻ കം ടു അസ് എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. ഇന്നും അയാൾ എന്നെ വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ കടയിൽ വരുന്നുണ്ട്, സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. അപ്പൊ ഒരു പ്രശ്നം വരുന്നത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം. അതേപോലെ എൻ്റെ അടുത്ത് ഫാൻ വാങ്ങിക്കൊണ്ടുപോയ എറണാകുളത്തുള്ള ഒരു കസ്റ്റമർ എന്നോട് പറഞ്ഞു, ഫാൻ സാറേ കറങ്ങുന്നില്ല. 16 ഫാൻ വാങ്ങിക്കൊണ്ട് കേട്ടോ, അതിലൊരു ഫാൻ കറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കപ്പാസിറ്ററിന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, അത് മാറ്റാൻ പറഞ്ഞു. ഇല്ല, അത് കറങ്ങുന്നില്ല, മാത്രമല്ല ആ കപ്പാസിറ്റർ മാറ്റിയിട്ട് നോക്കിയിട്ടും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ, നോ പ്രോബ്ലം. സാർ ഒരു കാര്യം ചെയ്യും, സാറിന്റെ BOSലെ ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിൽ എടുത്തിട്ട് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞൊരു കോളത്തിൽ കംപ്ലൈൻസ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്. ആ കംപ്ലൈൻസിൽ കയറിയിട്ട് സാറ് ഇൻവോയ്സ് നമ്പറും ഈ ഫാനിന്റെ ഫോട്ടോയും ആ ഡിസ്ക്രിപ്ഷൻ എഴുതി വിടും, അതിലൊരു ആൻസർ കിട്ടും. സാറിന് കിട്ടിയില്ലെങ്കിൽ എന്നോട് പറയും, ഞാനത് ഫോളോ അപ്പ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം വിട്ടു, അദ്ദേഹത്തിന് ആൻസർ വന്നു. അതിന്റെ നിങ്ങൾ എടുത്ത ഷോപ്പ് ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിയറസ്റ്റ് ഷോപ്പാണെന്ന് അതിന്റെ നമ്പർ പറയാൻ പറഞ്ഞു. ഗോഡൌണിന്റെ കോഡ് നമ്പർ പറയാൻ പറഞ്ഞു. രണ്ടും എന്നോട് വെച്ച്, രണ്ടും ഞാൻ പറഞ്ഞു കൊടുത്തു. അതും അയച്ചു അയാൾ ഇമെയിലിൽ. അത് കഴിഞ്ഞിട്ട് അയാൾക്ക് ഒരു മെയിൽ വന്നു, സാറിന് ഇപ്പൊ ഫാൻ ഇല്ലാത്തതുകൊണ്ട് ഇത്രയും തുക സാറിന്റെ വാലറ്റിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, സാറിന് ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് ആ സാധനങ്ങൾ മേടിക്കാം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ളത്. ഈസ് വെരി ഹാപ്പി. കാരണം അയാൾക്ക് ആ പൈസയുടെ പ്രൊഡക്റ്റ് വേറെ മേടിക്കാൻ പറ്റി. ഈ പഴയ ഫാന് എന്നെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു, ഇതുവരെ ഏൽപ്പിച്ചിട്ടില്ല. ഞാനാണ് അത് പറഞ്ഞത് ഏൽപ്പിക്കണമെന്ന്, കാരണം അതിന്റെ സീരിയസ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിടത്തോളം കാലം അവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കപ്പാസിറ്റർ കൊടുക്കാൻ സമയത്ത് ആ കപ്പാസിറ്ററിന്റെ കൊടുത്ത ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ട് ആ മോട്ടർ കത്തിപ്പോവാണ്ടായത്. അത് ആ കത്തിപ്പോയത് ആ ഇലക്ട്രീഷ്യന്റെ മിസ്റ്റേക്ക് ആണ്. അത് പിന്നീട് കുമ്പസാരം പോലെ അയാൾ ആ ഇലക്ട്രീഷ്യൻ എന്നോട് പറഞ്ഞു, പക്ഷെ അതൊന്നും നമുക്കിപ്പോ നോക്കേണ്ടതില്ല, കത്തിപ്പോയല്ലോ എന്നുള്ള രീതിയിൽ അത് എനിക്ക് തിരിച്ചു തരാൻ പറഞ്ഞു. തിരിച്ചു തന്നിട്ടില്ല, തരുമായിരിക്കും, നല്ലൊരു കസ്റ്റമറാണ്, തരുമായിരിക്കും. ഞാൻ പിന്നീട് അതിനെപ്പറ്റി ചോദിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കും. യു ഷുഡ് നോ എന്തൊക്കെ നമ്മുടെ കമ്പനിയിൽ ചെയ്യാം എന്നുള്ളത് ഒരു ഓണറും അവിടുത്തെ സ്റ്റാഫും അറിഞ്ഞിരിക്കണം. ഒരു പ്രൊഡക്റ്റിനെ പറ്റി നല്ല നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. ആ പ്രൊഡക്റ്റ് എന്തിനു യൂസ് ചെയ്യാം, എന്തൊക്കെ അതിന്റെ കണ്ടന്റ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രൊഡക്ട്സ് ഡിസ്പ്ലേ നല്ല രീതിയിൽ ചെയ്യണം ഞാൻ പറഞ്ഞു. മാത്രമല്ല ഒരുപാട് പ്രൊഡക്ട്സ്, ഓവറല്ല പറഞ്ഞത്, സഫീഷ്യന്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നിങ്ങളുടെ കടയുടെ സെയിൽസ് പോലെ സഫീഷ്യന്റ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾ കൊണ്ടുവയ്ക്കാൻ ശ്രമിക്കണം. അത് വളരെ അടക്കം ചിട്ടയോടുകൂടി വെക്കണം. ഇതാണ് നമ്മൾ ഏകദേശം റൈറ്റ് ടു കസ്റ്റമർ, അല്ലെങ്കിൽ നമ്മളൊരു കസ്റ്റമർ വരേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ. കൂടാതെ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ഞാൻ 1-2 പോയിന്റ്സ് കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കൺസ്യൂമർ എപ്പോഴും നോക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട്, അദ്ദേഹത്തിന്റെ സേഫ്റ്റി, അല്ലെ? സാധനങ്ങൾ വാങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ സേഫ്റ്റി അദ്ദേഹം നോക്കും. എന്താണ് കൺസ്യൂമർ നോക്കുന്ന സേഫ്റ്റി? ഈ പ്രൊഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ വെദർ ഐ ആം സേഫ് ടു യൂസ്, ഇത് എനിക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണോ എന്ന് അദ്ദേഹം നോക്കും, ഇല്ലേ? അത് നോക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവണം, അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലനിൽപ്പിനോ ഇത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാവണം. അതുകൊണ്ടാണ് അദ്ദേഹം അത് നോക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൊഡക്ട്സ് വെക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് സൂക്ഷിക്കുക, നമ്മുടെ പ്രൊഡക്ട്സിലെ ലേബലിംഗ് സൂക്ഷിക്കുക, നമ്മുടെ പ്രൊഡക്ട്സിന്റെ എന്താ പറയാ ഡിസ്പ്ലേ ഏതെങ്കിലും അനാവശ്യ തരത്തിൽ വെക്കരുത് എന്നും കൂടി നമ്മൾ സൂക്ഷിക്കുക. ഇതെല്ലാം നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ, എക്സ്പയറി ഡേറ്റ് ആണ് ദ പ്രൈം. എക്സ്പയറി ഡേറ്റ് ഉള്ള സാധനങ്ങൾ നമ്മൾ എടുത്ത് മാറ്റണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വി ഹാവ് ആൻ എക്സ്പയറി പോളിസി, അല്ലേ? നിങ്ങൾക്കറിയാം,
ഗുഡ്സ് റിട്ടേൺ പോളിസി ഉണ്ട്, എക്സ്പയറി പോളിസി ഉണ്ട്. എക്സ്പയറി പോളിസി പറയുന്നത് 30 ദിവസത്തിന് മുമ്പ് ഇത് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അതിനുള്ള സാധനങ്ങൾ മാറ്റിത്തരും, അല്ലെങ്കിൽ ഏത് സെയിലുള്ള ഷോപ്പിൽ നിന്ന് മാറ്റി നമുക്ക് എടുക്കാനുള്ള സംവിധാനം ഉണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ നിയർ ബൈ ഷോപ്സിലുള്ള ആൾക്കാരുടെ ഞാൻ ചെയ്യാറുണ്ട്. ഫാസ്റ്റ് മൂവ്മെന്റ് ഉള്ളതിനെ ഞാൻ എടുത്തു വെച്ചിട്ട് അവരെ സഹായിക്കാറുണ്ട്. ഞാനും പലർക്കും ഈ സാധനങ്ങൾ, പോവാത്ത സാധനങ്ങൾ കൊടുക്കാറുണ്ട്. ഇവൻ ഞാൻ ഗോഡൌണില് അനീഫ സാറിനോട് വരെ പറഞ്ഞിട്ട് എൻ്റെ എക്സസ് വന്ന സാധനങ്ങൾ സാറ് അത് അഡ്ജസ്റ്റ് ചെയ്ത് തരും. കഴിഞ്ഞ ദിവസം തന്നെ ഈരാറ്റുപേട്ടയില് 5 കിലോത്തിന്റെ ആട്ടയുടെ ബാഗ് ഓവറായിട്ട് ബില്ല് ചെയ്തത് അദ്ദേഹത്തിന് പോയി. അദ്ദേഹത്തിന് 5ന്റെ ബാഗ് അവിടെ പോകുന്നില്ല എന്ന് വിളിച്ച് പറഞ്ഞതിന് ശേഷം എനിക്ക് അത് അയച്ചു തരികയും എനിക്കത് വിൽക്കാനും സാധിച്ചു. കാരണം എക്സ്പയറി ഡേറ്റിന് വേണ്ടി വിൽക്കാൻ സാധിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള സഹായങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം. ഇതെല്ലാം ഒരു കൺസ്യൂമറെ കൂടി ബാധിക്കുന്ന കാര്യങ്ങളാണ്. എവിടെ ഒരു സൗണ്ട് വരുന്നുണ്ട്. ഓക്കെ, കൺസ്യൂമറിനെ കൂടി ബാധിക്കുന്നതാണ്. അപ്പോൾ കൺസ്യൂമർ അട്രാക്ഷൻ അതുകൂടി ഒരു ഇമ്പോർട്ടന്റ് ആണ്. അതും കൂടി നമ്മൾ ഇതിൽ ചെയ്യണം. ഞാൻ ഓവറായിട്ട് പറയുന്നില്ല, കാരണം എൻ്റെ ടൈം ലിമിറ്റഡ് ആണ്. ആ ലിമിറ്റഡ് ടൈമിൽ ഞാൻ ഇത് പറയുന്നു. എനിക്ക് തോന്നുന്നു ഒരുമാതിരി വേണ്ട കസ്റ്റമർ അട്രാക്ഷന് വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു അവസരം തന്നതിൽ ഞാൻ എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഗിരീഷ് സാറ്, രാജൻ സാറ്, അർജുൻ സാറ്, സുരാഗ് സാറ് എന്ന് വേണ്ട മൂർത്തി സാറിന്റെ അനുഗ്രഹവും ഇന്നലെ ഞാൻ വാങ്ങിയായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹാശിസുകളോടെ എനിക്കിത് ചെയ്യാൻ പറ്റിയതിൽ തെറ്റില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. പലർക്കും പല പോയിന്റുകളും മനസ്സിലായി എന്നാണ് തോന്നുന്നത്. ഞാൻ ഒരു കസ്റ്റമർ അട്രാക്ഷൻ പോയിന്റ് മാത്രമാണ് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഒരു ഷോപ്പിൽ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഒരു വേറെ വേദിയിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ എന്താ പറയുക, സ്നേഹോപഹാരം ആയിട്ടുള്ള നന്ദി ഞാൻ അർപ്പിക്കുന്നു. മാത്രമല്ല എല്ലാ കേട്ടു നിന്നവർക്കും ഇത് പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് എനിക്കൊരു വലിയ വിജയം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഈ സന്ദർഭത്തില് വിജയങ്ങൾ മാത്രം ആശംസിക്കട്ടെ. മാത്രമല്ല ഒരു വിഷയം കൂടി പറഞ്ഞതിന് ശേഷം ഞാൻ നിർത്താം. ഞാൻ ഇന്ന് നിൽക്കുന്ന ഈ സ്റ്റാർ പ്ലാറ്റിനം ലെവല് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ മാസം അച്ചീവ് ചെയ്താണ്. അതിന് എന്നെ സഹായിച്ച ഒരുപാട് ലീഡേഴ്സ് എനിക്കുണ്ട്. ആ ലീഡേഴ്സിനോട് എനിക്ക് അകമഴിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് മൂർത്തി സാറിനോടും ഗിരീഷ് സാറിനോടും. ഗിരീഷ് സാറിന്റെ ഒരു ഇന്റർവെൻഷൻ ആണ് എന്നെ പ്ലാറ്റിനം ഞാൻ വന്നു നിൽക്കും എന്നുള്ള തോന്നലിൽ നിന്നും സ്റ്റാർ പ്ലാറ്റിനം എന്നുള്ള ഒരു ലെവലിലേക്ക് എന്നെ കൊണ്ടുവന്നത്. ആ ഇന്റർവെൻഷൻ വളരെ കറക്റ്റ് ആയിരുന്നു. എന്നെ ഒരു സ്ഥലത്ത് നിർബന്ധമായിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് 5.5 മണിക്കൂറോളം എനിക്ക് ക്ലാസ് തരികയും മാത്രമല്ല അവിടെയുള്ള ലീഡേഴ്സിനെ മാത്രം വിളിച്ചിട്ട്, കോർ ലീഡേഴ്സിനെ മാത്രം വിളിച്ചിട്ട് ഒരു സെഷൻ എടുക്കുകയും, അതും എവിടെ മാർച്ച് 27-നാണ് എടുക്കുന്നത്. ആ സെഷൻ മൂലം ഉണ്ടായ ഒരു വളർച്ച എന്ന് പറയുന്നത് അഭൂതപൂർവമായ വളർച്ചയാണ്. അതിന് എനിക്ക് എന്താ പറയാ, നന്ദിയും കടപ്പാടും ഗിരീഷ് സാറിനോടുണ്ട്. അത് മാത്രമല്ല രാജൻ സാറും എപ്പോഴും എൻ്റെ ക്ഷേമങ്ങളും അത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള മാർഗനിർദ്ദേശങ്ങളും എനിക്ക് നൽകാറുണ്ട്. എല്ലാവർക്കും എൻ്റെ സ്നേഹോപഹാരങ്ങൾ, എൻ്റെ നന്ദി. എല്ലാവർക്കും ഈ പ്രോഗ്രാം കേട്ടുനിന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു. JRCM, ഗുഡ് RCM സർ.